ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഉരുണ്ട മത്തി ഇട്ടിട്ടുണ്ട്. അപ്പൊ മത്തി വെച്ച് നല്ലൊരു സ്പെഷ്യൽ കറിയാണെന്ന്. അപ്പൊ നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു ചെറിയ ചീൻചട്ടി വെക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഓരോരുത്തരുടെ എരിക്ക് അനുസരിച്ച് കുരുമുളക് പൊടി. നമ്മളിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 10 കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. പൊടികൾ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയും പൊടികളും എല്ലാം കൂടി ഒന്ന് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ രീതിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. കണ്ടില്ലേ, നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരപ്പ് അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി പാകം ചെയ്യാനായിട്ടുള്ള മൺചട്ടിയിലേക്ക് ഇത് അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ആ അരപ്പ് കഴിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കലക്കിയെടുക്കുക. പുളി വെള്ളത്തിലിട്ടതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 പച്ചമുളക് രണ്ടായിട്ട് കീറിയതും കറിവേപ്പിലയും കൂടി അരപ്പിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് കലക്കി നമുക്കിനി പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കണ്ടില്ലേ, നമ്മുടെ അരപ്പ് നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി നമ്മുടെ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. മത്തിയെല്ലാം പറക്കി നമ്മൾ അരപ്പിലിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മത്തിക്കുട്ടന്മാരെല്ലാം അരപ്പിൽ കിടന്ന് നല്ലതുപോലെ തിളച്ചു മറിയുകയാണ്. ഒന്ന് ചട്ടിയെടുത്ത് ഒന്ന് കറക്കി വെക്കുക. ലോ ഫ്ലെയിമിലിട്ട് അരപ്പ് വേണ്ടുന്നവർക്ക് പറ്റിക്കേണ്ട കാര്യമില്ല. എന്നാൽ കുറച്ചുകൂടെ അരപ്പ് പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ വീഡിയോസുകൾ കാണുന്നവരെല്ലാവരും മറക്കാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസുകളും ഷോർട്സുകളും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ എല്ലാ വീഡിയോകളും കാണുമ്പോഴും ലൈക്കും കമന്റും ചെയ്യണേ. ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ മത്തിക്കറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.